ഡൽഹിയിൽ ശക്തമായ മൂടൽമഞ്ഞ് തുടരുന്നു. അന്തരീക്ഷ താപനില കുറഞ്ഞു. 7 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും കൂടിയ താപനില. വായുമലിനീകരണത്തോട് 350-ന് മുകളിലാണ്. മൂടൽമഞ്ഞിനെ തുടർന്ന് റെയിൽ, വ്യോമ, റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. സജു, എന്താണ് ഡൽഹിയിലെ ഇപ്പോഴത്തെ സാഹചര്യം? അധികൃതർ എന്ത് മുന്നറിയിപ്പാണ് നൽകുന്നത്? അനീഷ, ഡൽഹിയിൽ ശക്തമായ മൂടൽമഞ്ഞ് ഇപ്പോഴും തുടരുകയാണ്. ഡൽഹിയിൽ മാത്രമല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കനത്ത മഞ്ഞിന്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. സ്വാഭാവികമായിട്ടും ഡൽഹി, അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ, UP അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് ശക്തമായ മൂടൽമഞ്ഞ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വലിയ തോതിലുള്ള പുക മലിനീകരണം അടക്കം ഡൽഹി ജനങ്ങളെ അലട്ടുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും വായു മലിനീകരണ തോത് 350-ന് മുകളിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് 500-നും 600-നും 700-നും മുകളിലേക്കാണ് ഡൽഹിയിൽ വായു മലിനീകരണം പോയത്. പിന്നീട് അതായത് തണുപ്പ് കുറച്ച് താഴ്ന്നതിന്റെ ഭാഗമായിട്ട് വായു മലിനീകരണം വീണ്ടും തണുപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഇപ്പോഴും വായു മലിനീകരണം 350-ഉം 380-ന് മുകളിലേക്ക് പോയിരിക്കുകയാണ്. ശക്തമായ വായു മലിനീകരണം ഉണ്ടാവുകയാണ്. എന്തായാലും ഏറ്റവും കൂടിയ താപനില എന്ന് പറയുന്നത് 7 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനിയും താപനില കുറയാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രത്യേകിച്ച് ഈ കോൾഡ് വേവിന്റെ ആരംഭം ആദ്യഘട്ടം മുതൽ, ഈ ജനുവരി മാസത്തിന്റെ ആദ്യഘട്ടം മുതൽ ഡൽഹിയിലുണ്ട്, അതോടൊപ്പം തന്നെ UP-യിലുണ്ട്. അതുകൊണ്ട് തന്നെ അധികൃതർ ജാഗ്രത നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഏകദേശം 1.5 മാസത്തിനിടെ തണുപ്പ് മൂലം ഡൽഹിയിൽ മാത്രമായി മരിച്ചവരുടെ എണ്ണം 50 കടന്നിരിക്കുകയാണ്. വഴിയോരങ്ങൾ കഴിയുന്ന ഏകദേശം 50-ലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത്. എന്തായാലും ശക്തമായിട്ടുള്ള മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട്. ഇനിയും കോൾഡ് വേവ് ശക്തമാകാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും, അതോടൊപ്പം തന്നെ ഈ വായുമലിനീകരണം തടയുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ, പ്രത്യേകിച്ച് നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കണമെന്നും, പുകവാഹനങ്ങൾ, അതായത് ഈ പുക അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ശ്രദ്ധ വേണമെന്നാണ് ഇപ്പോൾ ഡൽഹി സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡൽഹിയിൽ ശക്തമായ മൂടൽമഞ്ഞാണ് ഇപ്പോഴുള്ളത്. വിവരങ്ങൾ നൽകിയത് സജു തോമസ് ആണ്.